വീണ്ടും പൊതുമരാമത്ത് വകുപ്പിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി തകരാർ യാദൃശ്ചികമല്ല, ശ്രദ്ധയില്ലായ്മയാണ്. വൈദ്യുതി മുടക്കത്തിലെ വീഴ്ചയിൽ ന്യായീകരണമില്ല. കൈകാര്യം ചെയ്യുന്ന ഇടമേതാണെന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ബന്ധപ്പെട്ട വകുപ്പിനോ വൈദ്യുതി ബോർഡിനോ ആരോഗ്യ വകുപ്പിനോ അതിന് കഴിഞ്ഞിട്ടില്ല. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. വൈദ്യുതി വകുപ്പ് സംഘടിപ്പിച്ച പൊതുപരിപാടിയിലായിരുന്നു വിമർശനം. കഴിഞ്ഞ ദിവസം SIT ഹോസ്പിറ്റലുണ്ടായതുപോലുള്ള ആക്ഷേപങ്ങൾക്ക് അതിന് ന്യായീകരണമൊന്നും നമുക്കില്ലെന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാതെ പോകുന്നത് ശരിയാവില്ല. ഏതായാലും 2 മണിക്കൂറധികം നേരെ SIT ഹോസ്പിറ്റലിൽ വൈദ്യുതി ഇല്ലാതെ പോയത് അത് യാദൃച്ഛികമാണെന്ന് പറയാൻ വേണ്ടി പറ്റുകയാണ്. അത് നമ്മുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാണ്, യാദൃച്ഛികമല്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇടമേതാണെന്ന് പോലും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാനായിട്ട് വൈദ്യുതി ബോർഡിനോ ആരോഗ്യ വകുപ്പിനോ ബന്ധപ്പെട്ട ആളുകൾക്കോ സാധിക്കാതെ പോയി എന്നുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള പ്രശ്നവും ഇതുപോലൊരു കൂട്ടായ്മയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഭാവിയിൽ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അശ്വിൻ ഡിയേഗോയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, എന്തായാലും പൊതുമരാമത്ത് വകുപ്പിനെതിരെ വീണ്ടും വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതായത് SIT ആശുപത്രിയിലെ വൈദ്യുതി തകരാർ യാദൃശ്ചികമല്ല എന്നുള്ളൊരു വിമർശനം കൂടി ഉന്നയിക്കുന്നു. എന്തൊക്കെയായിരുന്നു മന്ത്രിയുടെ പ്രധാന വിമർശനങ്ങൾ? വൈദ്യുതി വകുപ്പിൻ്റെ ഒരു പൊതുപരിപാടിയിലാണ് ഈ ഒരു വിമർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും PWD അല്ലെങ്കിൽ ആ ഒരു വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിലെ വീഴ്ചകൾ അത് ന്യായീകരിക്കാനാവുന്നതല്ല. ഇത് ശ്രദ്ധക്കുറവ് കൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ്, അല്ലാതെ ഒരു യാദൃശ്ചികമായി ഉണ്ടാകുന്ന സംഭവമല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. മാത്രമല്ല, കൈകാര്യം ചെയ്യുന്ന ഇടം ഏതാണെന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബന്ധപ്പെട്ട വകുപ്പിനോ വൈദ്യുതി ബോർഡിനോ ആരോഗ്യ വകുപ്പിനോ അത് കഴിഞ്ഞില്ല എന്നൊരു വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇത് പറയാൻ കാരണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. മാത്രമല്ല, ഈ ആശുപത്രി ജനറേറ്റർ മെയിൻ്റനൻസിൻ്റെ ചുമതലയുള്ളത് PWD വകുപ്പിനാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിന് ശേഷം 3 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ നേരത്തെ തന്നെ ഈ PWD വകുപ്പിനെതിരെയുള്ള വിമർശനം അത് കടകംപള്ളി സുരേന്ദ്രൻ, മുഹമ്മദ് റിയാസ് ആ ഒരു വാക്കേറ്റത്തിൽ പോരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് CPM സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കടകംപള്ളി സുരേന്ദ്രൻ വിമർശനവുമായി രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. PWD ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തതും. ഈ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ഏതാണ്ട് 3 മണിക്കൂറോളമാണ് വൈദ്യുതി മുടങ്ങിയത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം ഉണ്ടാകുന്നതും. മണിക്കൂറുകളോളം ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങിയതോടുകൂടി രോഗികളും കൂട്ടിരിപ്പുകാരും ഏറെ വലിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പുറത്തുനിന്ന് മറ്റൊരു ജനറേറ്റർ എത്തിച്ചാണ് ഈ ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി മറികടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ ഒരു സംഭവം അത് വീണ്ടും ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രൻ, മുഹമ്മദ് റിയാസ് പോരിലേക്ക് ഈ SIT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കം വഴിവെക്കുന്നു എന്നുള്ളതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇരുവരും തമ്മിലുള്ള പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.